ജോലിയൊക്കെ ഉണ്ടോ? നിങ്ങക്ക് ജോലിയൊക്കെ ഉറപ്പാകുന്നുണ്ടോ? ഉറപ്പാ. ഈ തുടർച്ചയാണോ അതോ മാറുവോ കൊല്ലത്തിന്റെ രാഷ്ട്രീയ മുഖം? ഇല്ല, കൊല്ലത്തിന് രാഷ്ട്രീയം മാറുമെന്നോ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. സസ്പെൻസ് ആണ്. ഇലക്ഷൻ കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ എന്നാ പറയുന്നേ. സ്ഥാനാർത്ഥികളൊക്കെ വന്നായിരുന്നോ? വന്നായിരുന്നു. ഇവിടെ വന്ന് കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാ? എല്ലാം പറഞ്ഞു. അത് തദ്ദേശ എല്ലാ പാർട്ടിക്കാരും എല്ലാം തരാമെന്ന് പറഞ്ഞു. ആരുമില്ല തരത്തില്ലെന്ന് പറഞ്ഞത്. പക്ഷെ കിട്ടത്തില്ല. അതോ കിട്ടുന്നുണ്ടോ? കിട്ടത്തില്ല. ഇപ്പൊ കാണുന്ന കാഴ്ചയേ ഉള്ളു, പിന്നില്ല. വോട്ട് ചെയ്യും. പക്ഷെ വോട്ട് പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് ചെയ്യണ്ടേ? ചെയ്യും. അത് ചെയ്തിരിക്കും. വന്നവരോടൊക്കെ പ്രശ്നം പറഞ്ഞോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വോട്ട് തീരുന്നോടം വരെ അവര് തരാന്ന് പറഞ്ഞു. പിന്നെ അവരെ കണി കാണണ്ട, അത്രയേ ഉള്ളൂ. നല്ല തിരക്കിട്ട പണിയിലാണ് എല്ലാവരും. അമ്മ വോട്ടൊക്കെ ചോദിക്കാൻ ആളുകൾ വന്നിരുന്നാ? വോട്ട് ചോദിക്കാൻ വന്നാൽ അവര് കൊടുക്കാമെന്ന് പറഞ്ഞു പോയവര്. കൊല്ലം എപ്പോഴും ചുമന്നിരിക്കും എന്നാണ് പറയുന്നത്. ചുമക്കട്ടത് ചുമന്നാലും കറുത്താലും ഞങ്ങൾക്കാർക്കും ഒന്നുമില്ല, ഒരു രക്ഷയില്ല. ഇത് ചെയ്യാൻ അവർക്ക് ജീവിക്കാം. ആദ്യം വന്ന് പറയാം ആനയെ തരാം, കുതിരയെ തരാം, അതിന്റെ പുറകെ ഒരു കുരങ്ങിനെ തരാമെന്നൊക്കെ പറയും. കുരങ്ങുമില്ല, മുയലുമില്ല, ആമയില്ല. ഈ 5 കൊല്ലം ഞങ്ങൾക്ക് ജീവിക്കാം. പെൻഷൻ കൂട്ടി എന്തൊക്കെ ആനുകൂല്യങ്ങളാ സർക്കാർ? പെൻഷൻ കൂട്ടിയ ഇതേ കൊച്ചുനാൾ തൊട്ട് തല്ലിയതിന്റെ ഫലവാ. അതിന്റെ പെൻഷൻ തരുന്ന ഒരു സർക്കാർ ഞങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങളുടെ പെൻഷൻ ഞങ്ങൾക്ക് തരുന്നത് കൊച്ചുനാൾ തൊട്ട് 2 വലിയ പൈസ പിടിച്ചായിരുന്നു. ഒരു വീതം അവർ പിടിക്കും. ആ പൈസ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. സർക്കാരിന്റെ ഒരു പൈസ വിധവ പെൻഷൻ ഉണ്ട് സർക്കാരിന്റെ, അത് മാത്രമേ ഉള്ളൂ. അതെനിക്ക് ബാധകമല്ല. സ്ഥാനാർത്ഥികളൊക്കെ വന്നായിരുന്നോ അമ്മ? തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? എല്ലാം ഇഷ്ടം പോലെ ഉണ്ടോ സ്ഥാനാർത്ഥികൾ? വോട്ട് ചെയ്താലേ ഈ അണ്ടിയൊന്നും ഞങ്ങൾക്ക് തല്ലണം. അങ്ങനെയുള്ളവർക്കേ വോട്ട് ചെയ്യത്തുള്ളൂ. ഞങ്ങൾക്ക് അരി മേടിക്കണം. പണിയൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓപ്പറേഷന് പക്ഷെ പണിയില്ലല്ലോ. ആര് പറഞ്ഞു? ഇല്ലെന്നാരോ നിങ്ങൾ പോയോ? പണിയുണ്ട്, മുടങ്ങാനുണ്ട്. അല്ലാത്തപ്പോ ഇവിടെ വരും. അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. അല്ലെങ്കിൽ ആള് നിരത്തി അങ്ങ് കുത്തും. ആരും പരാതി പറയത്തില്ലല്ലോ. അപ്പൊ ഇപ്പൊ പണിയുണ്ട്. അപ്പം ഇപ്പൊ പണി തരുന്നവർക്ക് തന്നെ കൊടുക്കും. അല്ലാത്തവർക്ക് കൊടുക്കത്തില്ല. കൊടുത്തോണ്ട് ഒരു പ്രയോജനം ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചായിരുന്നു. അപ്പൊ തുടർ ഭരണം. അത് ഞങ്ങൾ വിചാരിക്കാൻ തുടർച്ചാലും ഭരിക്കും അവര്. ഞങ്ങൾ വിചാരിക്കാൻ അവര് ഭരിക്കും. ഒരു കുഴപ്പവും വരുത്തില്ല. നിങ്ങളാണ് അപ്പൊ അവരെങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അങ്ങനെ തന്നെ. തുടർ ഭരണത്തിന് പിന്നിൽ കൊണ്ട് ഞങ്ങളെ എങ്ങും പോയി വായി നോക്കുന്നില്ല. ഇവിടെ ജോലി ചെയ്ത് അരി മേടിക്കും.